പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ കേരളം ഭരിച്ച ഏറ്റവും വലിയ തിരുട്ട് സർക്കാർ അല്ലേ? ഭഗവാന്റെ സ്വത്ത് കക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് ഈ ഒറ്റ കാരണം കൊണ്ട്. ഇതൊറ്റ കാരണം മതി, ഒരുപാട് കാരണങ്ങളൊന്നും വേണ്ട. എന്തുകൊണ്ട് പിണറായി വിജയനെ ഇവിടെ നിന്ന് വേരോടെ പിഴുത് പിണറായി വിജയൻ സർക്കാരിനെ അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിയെ കേരളത്തിൽ നിന്ന് മൂടോടെ പിഴുത് അറബിക്കടലിലേക്ക് എറിയണമെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമല്ല, 2 കാരണമല്ല, 3 കാരണമല്ല, നിരവധിയായ കാരണങ്ങളാണുള്ളത്. അതിലേറ്റവും പരമപ്രധാനമായ കാരണം ഇത് തന്നെയാണ്. ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു ചാനലിൽ കോൺഗ്രസ് നേതാവായ വാഴക്കൻ സംസാരിക്കുന്നത് കേട്ടു. അതായത് ഈ എന്താ പറയാ, നമ്മുടെ ഈ തെരുവോരങ്ങളിലൊക്കെ ഒരുപാട് ഭണ്ഡാരങ്ങളുണ്ട്. ഒരുപാട് ഈ നമ്മുടെ ഈ ഭഗവാന് വേണ്ടിയിട്ട് കാണിക്ക അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭണ്ഡാര പെട്ടികൾ പല ദേവാലയങ്ങൾക്ക് മുന്നിലുമുണ്ട്. ജാതിമത ഭേദമന്യേ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് മുന്നിലും മുസ്ലിം ദേവാലയങ്ങൾക്ക് മുന്നിലും അതല്ലെങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് മുന്നിലും ഒക്കെ ഇത്തരത്തിലുള്ള ഭണ്ഡാര പെട്ടികളുണ്ട്. അവിടേക്ക് ഈ വാഹനങ്ങളിലൊക്കെ പോകുന്നവർ ഈ പണം അതിലേക്ക് എറിഞ്ഞു കൊടുക്കാറുണ്ട്. പണം അതിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോൾ പലപ്പോഴും ഈ നാണയത്തുട്ടുകളും നോട്ടുകളും ഒക്കെ ഈ തെരുവോരത്തേക്ക് ചിലപ്പോൾ ചിതറിക്കിടക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷേ യാചകന്മാര് പോലും ഭിക്ഷക്കാർ പോലും അങ്ങനെ ഈ തെരുവോരത്ത് വീണ് കിടക്കുന്ന നാണയത്തൊട്ടുകൾ അവരെടുത്ത് സ്വന്തം പോക്കറ്റിൽ ഇടാറില്ല. കാരണം അവർക്കറിയാം അത് ഭഗവാന് വേണ്ടിയിട്ട് ഭക്തന്മാർ സമർപ്പിച്ച പണമാണ് എന്ന്. ഇവിടുത്തെ സാധാരണ യാചകന്മാർക്ക്, ഭിക്ഷക്കാർക്ക്, സാധാരണ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്നവർക്ക് പോലും അറിയാം. അവരതൊക്കെ നുള്ളിപ്പെറുക്കിയെടുത്ത് ആ ഭണ്ഡാരത്തിൽ ഇടുകയാണ് ചെയ്യുക. പക്ഷേ പിണറായി വിജയന്റെ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് മന്ത്രിയും അല്ലെങ്കിൽ ഈ പറയുന്ന ദേവസ്വം വകുപ്പാകെയും അല്ലെങ്കിൽ ഈ ഭരണരംഗത്തുള്ളവർ മുഴുവനും അല്ലെ, എന്തിനാണ് ദേവസ്വം വകുപ്പ്, എന്തിനാണ് ദേവസ്വം ബോർഡ്? ഈ ക്ഷേത്ര സ്വത്ത് അത് സംരക്ഷിക്കാൻ ഏർപ്പെടുത്തിയ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ, അതിനു മുകളിൽ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന മന്ത്രി, ഇവരാണ് ഈ പെരുങ്കൊള്ള നടത്തിയത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടാത്തത് ഇവിടുത്തെ അന്തംഗമ്മികൾക്ക് മാത്രമാണ്. അവർക്കും നേരെയാണ് കോടതി ഒരു സിനിമാ പാട്ടിന്റെ വരികൾ പറഞ്ഞുകൊണ്ട് പഞ്ചാഗ്നിമധ്യേ തപസ് ചെയ്താലും ഈ കൊള്ളയിൽ നിന്ന്, ഈ പാപത്തിൽ നിന്ന്, കൊള്ളയല്ലേ കേട്ടോ, ഈ പാപം, നിങ്ങൾ ചെയ്ത ഈ പാപം ഉണ്ടല്ലോ, ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എത്ര തലമുറകൾ പിന്നിട്ടാലും പിണറായി വിജയന്റെ കുടുംബം അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, പിണറായി വിജയന്റെ കുടുംബം, ഈ പറയുന്ന കടകംപള്ളിയുടെ കുടുംബം, വാസവന്റെ കുടുംബം, ഈ പറയുന്ന ഈ വെട്ടിപ്പിനും തട്ടിപ്പിനും കൂട്ടുനിന്ന സകല മാനസകാക്കളുടെയും കുടുംബം, എത്ര പരമ്പരകൾ കഴിഞ്ഞാലും ഈ പറയുന്ന ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ, കഴിയില്ല. അതാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടാതെ ഏറ്റവും വലിയ നാണക്കേടിന്റെ പ്രതീകമായി പിണറായി വിജയൻ സർക്കാർ ഇവിടെ നിന്ന് തൂത്തെറിയപ്പെടുമ്പോഴും ഇവിടെ ഇഡിയുടെ അന്വേഷണം അതിങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഇഡിയുടെ ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുണ്ട്. 35 പേരെയാണ് ഇഡി നിരീക്ഷിക്കുന്നത് കേട്ടോ. 35 പേർ, 8 സ്ഥാപനങ്ങൾ. ഹൈക്കോടതി ഈ പറയുന്ന SIT ഇതുവരെ 13 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 13 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഈ ഇഡി അതിനേക്കാളും അപ്പുറത്തേക്ക് പോകുകയാണ്. 35 പേരെ സംശയ നിഴലിൽ അവരിലേക്ക് ഇഡിയുടെ അന്വേഷണം ഇതാ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഏതാണ്ട് ഈ SIT അറസ്റ്റിലായ അല്ലെങ്കിൽ SITയുടെ പിടിയിലായ ഈ പറയുന്ന മുരാരി ബാബുവും ഈ തന്ത്രിയും ഒക്കെ, തന്ത്രിയല്ല, ഈ പോറ്റിയൊക്കെ ഉൾപ്പെടെയുള്ള, ഞാൻ തന്ത്രി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഈ ഇഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് തന്ത്രി വന്നിട്ടില്ല കേട്ടോ. കാരണം തന്ത്രിയെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, തന്ത്രിയെ മനഃപൂർവ്വം ഈ അന്വേഷണം വഴിതെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് സഖാക്കളല്ല, ഇതിന്റെ പിന്നിൽ തന്ത്രിയും കോൺഗ്രസുകാരുമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് തന്ത്രിയെ ഇതിലേക്ക് പിടിച്ചിട്ട് കേട്ടോ. ഈ വാജീവാഹനമൊക്കെ ഈ തന്ത്ര സമുച്ചയത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ആചാരത്തിന്റെ ഭാഗമായി തന്ത്രിക്ക് ഒരു പൊതുവേദിയിൽ വെച്ച് അന്നത്തെ ഈ ബോർഡ് പ്രസിഡന്റായ പ്രയാർ എന്താ പറയാ അജയ് തറയില് ഇവരുടെ തന്നെ സഖാവായ ഈ CPMന്റെ തന്നെ പ്രതിനിധിയായ K രാഘവൻ എന്നിവരുൾപ്പെട്ട ആ ദേവസ്വം ബോർഡ് അന്നത്തെ കൊടിമരത്തിലെ ആ വാജീവാഹനം ഈ ക്ഷേത്രമുറ്റത്ത് വെച്ചിട്ട് നിരവധി ഭക്തന്മാരുടെയും നിരവധി VIPകളുടെയും ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെയും ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് ഈ വാജീവാഹനം
ഈ തന്ത്ര സമുച്ചയത്തിലെ വിധി പ്രകാരം ആചാരവിധി അനുസരിച്ച് ഇത് തന്ത്രിക്ക് കൈമാറുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? തന്ത്രി അത് കട്ടുകൊണ്ടുപോയി എന്ന്. തന്ത്രിയെ കട്ടുകൊണ്ടുപോയി കോൺഗ്രസ്സുകാർ തട്ടിപ്പിന് കൂട്ടുനിന്നു. കോടികൾ ഈ വാജിവാഹനം വിദേശത്തേക്ക് വിൽപ്പന നടത്തിക്കൊണ്ട് ഇവർ സമ്പാദിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ദേശാഭിമാനി പത്രവും ഇതേപോലെ കള്ളക്കഥകൾ മെനയുന്ന ഈ പറയുന്ന പാർട്ടി പത്രങ്ങളും അല്ലെങ്കിൽ പാർട്ടിയുടെ മറ്റു മാധ്യമങ്ങളും ഒക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ കോടതി പറയുന്നു, അല്ലെങ്കിൽ ഈ ഇ ഡി പറയുന്നു, അല്ലെങ്കിൽ ഇ ഡിയുടെ ഈ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ തന്ത്രിയെ തൊട്ടിട്ടില്ല, തന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്തിട്ടില്ല, തന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ഒന്നും അവരെ പരിശോധന നടത്തിയിട്ടില്ല. പകരം പരിശോധന നടത്തിയത് മറ്റുള്ളവരുടെ പത്മകുമാറിന്റെ അടക്കം തറവാട് അരിച്ചു പെറുക്കുകയാണ്. അവിടെ നിന്ന് കിട്ടിയ രേഖകൾ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം, നിങ്ങൾ ആലോചിക്കണം, ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് ഇന്ന് വരെ ഒരു കേന്ദ്ര അന്വേഷണ സംഘം കയറിയിട്ടുണ്ടോ? ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് കയറി ഇറങ്ങിയ അവിടുത്തെ രേഖകൾ മുഴുവൻ ഇ ഡി പൊക്കിക്കൊണ്ടുപോകുകയാണ്. ഇ ഡിയുടെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ SITയുടെ അറസ്റ്റ് പോലെയല്ല. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏതൊരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടുന്നു. കാരണം കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ ഈ പ്രതികളൊക്കെ ജാമ്യത്തിലിറങ്ങും. പോറ്റി ജാമ്യത്തിലിറങ്ങും, പത്മകുമാർ ജാമ്യത്തിലിറങ്ങും, മുരാരി ബാബു ജാമ്യത്തിലിറങ്ങും, വാസു ജാമ്യത്തിലിറങ്ങും, ശങ്കർദാസ് ജാമ്യത്തിലിറങ്ങും. ശങ്കർദാസിന്റെ കാര്യം ഈ ബദറുദ്ദീൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അയാൾക്ക് എന്താ സുഖമാണെന്നാ ചോദിച്ചത്. അതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് വരട്ടെ. സുപ്രീം കോടതി പറഞ്ഞല്ലോ, ഭഗവാനെ പോലും നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ലല്ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും കേസിൽ സുപ്രീം കോടതി പോലും ചോദിക്കുകയാണ്, എടോ പിണറായി വിജയ, നീ ഭഗവാനെ പോലും വെറുതെ വിട്ടിട്ടില്ലല്ലോ എന്ന് സുപ്രീം കോടതി ചോദിക്കുകയാണ് കേട്ടോ. ഇതൊന്നും ചോദിക്കുന്നത് ശങ്കർദാസിനോട് മാത്രമല്ല, ശങ്കർദാസിനെ നിയമിച്ച ശങ്കർദാസിന്റെ അപ്പൂപ്പനായ അല്ലെങ്കിൽ ശങ്കർദാസിന്റെ അപ്പുറത്തുള്ള ശങ്കർദാസിന്റെ മേലധികാരിയായ പിണറായിയോടാണ് കോടതി ചോദിക്കുന്നത്. ഈ ഹൈക്കോടതിയല്ല, സുപ്രീം കോടതി ചോദിക്കുകയാണ്, കേട്ടോ നാണമില്ലാത്തവരെ, നിങ്ങൾ ഭഗവാനെ പോലും വെറുതെ വിട്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം ഏറ്റവും വലിയ കാട്ടുകൊള്ള എന്നൊന്നല്ല പറയേണ്ടത്, വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ ഈ തെരുവ് നെണ്ടികൾ പോലും അല്ലെങ്കിൽ സാധാരണ ഈ യാചകന്മാർ പോലും ഭിക്ഷക്കാർക്ക് പോലും ഭഗവാന് കിട്ടുന്ന ഒരു ചില്ലിക്കാശ് അവരെടുത്ത് സ്വന്തം പോക്കറ്റിലിടാതെ അവരത് ഭണ്ഡാരപ്പെട്ടിയിൽ തന്നെ ചാർത്തുന്ന ഒരു നാട്ടിലാണ് ശബരിമല എന്ന് പറയുന്ന ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം. ജനകോടികൾ വിശ്വസിക്കുന്ന അയ്യപ്പന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള ഈ ദ്വാരപാലക വിഗ്രഹങ്ങൾ അടിച്ചെടുത്തുകൊണ്ട് പോവുക, വാതിൽ കട്ടിളകൾ അടിച്ചെടുത്തുകൊണ്ട് പോകുക, വാതിൽ പാളികൾ അടിച്ചെടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്ന ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ള നടത്തിയത്. ഇതാ ഇ ഡിയുടെ അന്വേഷണം ഇനി മുന്നോട്ട് പോകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 35 പേരുടെ ലിസ്റ്റാണുള്ളത്. ആ ലിസ്റ്റിൽ കടകംപള്ളിയുണ്ട്, ആ ലിസ്റ്റിൽ PS പ്രശാന്ത് ഉണ്ട്, ആ ലിസ്റ്റിൽ വാസവനുണ്ട്. ഇതാ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. കടകംപള്ളിയെ പിടിക്കും, PS പ്രശാന്തനെ പിടിക്കും, വാസവനെ പിടിക്കും. കാരണഭൂതവും മീഡിയയുടെ പിടിയിലാകുന്ന ദിവസങ്ങൾ ഇതാ വരികയാണ് കേട്ടോ. എല്ലാ കാലവും BJP, എല്ലാ കാലവും RSSകാർ കാരണഭൂതത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയില്ല. കാരണം മറ്റന്നാൾ പ്രധാനമന്ത്രി വരുന്നുണ്ട്. പ്രധാനമന്ത്രി അതിന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമന്ത്രി ഇവിടെ തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തുന്നതിന്റെ മുന്നോടിയായിട്ട് തന്നെ പറഞ്ഞു, കേരളം പിടിക്കാൻ പോവുകയാണ്, BJP കേരളം പിടിക്കാൻ പോവുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തെങ്കിലും BJP പിടിക്കുമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ? ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഇതൊരു തുടക്കമാണ്. ഇതേപോലെ ഇതാ കേരളം പിടിക്കാൻ വരുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇനിയും BJP, ഇനിയും RSSകാർ പിണറായി വിജയനെ സംരക്ഷിക്കുമെന്ന്. പിടിയിലാകുക തന്നെ ചെയ്യും. ഇനി വരാനിരിക്കുന്ന 3 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന കാര്യം കേട്ടോ. ഇന്ന് തന്നെ എത്ര വാർത്തകളാണ്, എത്ര സംഭവങ്ങളാണ്. ഇതാ ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഐക്യപ്പെടൽ, NSSും SNDPയും ഐക്യപ്പെടാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നിങ്ങൾ കരുതും, NSSും SNDPയും സുകുമാരൻ നായരും ഈ വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനോട് എന്ത് ചെയ്യാണ്, ഐക്യപ്പെടുകയാണ് അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ പിന്തുണ പ്രഖ്യാപിച്ചതല്ലേ ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐക്യപ്പെടൽ എന്ന് പറയുന്നത്. ഇത് UDFിനെതിരായ ഒരു ഐക്യപ്പെടൽ, ഇത് LDFിന് അനുകൂലമായ ഒരു ഐക്യപ്പെടൽ ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അല്ല ജയിക്കാൻ പോകുന്നത്, LDF ആണ്. LDF 3ാം വട്ടവും വരുമെന്നായിരിക്കും നിങ്ങൾ കരുതുക കേട്ടോ. പക്ഷേ ഈ NSSും SNDPയും തമ്മിലുള്ള ഈ ലയനത്തിന് നേതൃത്വം കൊടുക്കുന്നത് അല്ലെങ്കിൽ അടുത്ത ദിവസം സുകുമാരൻ നായരുമായി സംസാരിക്കാൻ പോകുന്നത് വെള്ളാപ്പള്ളി നടേശനല്ല, വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ്. ആരാണ് തുഷാർ വെള്ളാപ്പള്ളി? NDAയുടെ നായകനാണ്. BJPയുടെ മുന്നണിയിൽപ്പെട്ട ഏറ്റവും പ്രധാനിയായ കേരളത്തിലെ NDA മുന്നണിയിൽ BJP കഴിഞ്ഞാൽ അടുത്ത്
BDJS ആണ്. BDJSന്റെ നായകനായ തുഷാർ വെള്ളാപ്പള്ളിയാണ്. തുഷാർ വെള്ളാപ്പള്ളി വളരെ വ്യക്തമായി തുഷാർ വെള്ളാപ്പള്ളിയാണ് ഈ ഒരു ഐക്യത്തിന് എന്ത് ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നതും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എന്ന് അറിയുമ്പോൾ ഇതിന്റെ ഗുണം അനുഭവിക്കാൻ പോകുന്നത് LDF അല്ല കേട്ടോ. LDF അല്ല. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐക്യം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ബിജെപിയുടെ ശക്തിയായി മാറാൻ പോവുകയാണ്. അതല്ലാതെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ മുഴുവൻ LDFന് ഒരിക്കലും കിട്ടില്ല കേട്ടോ. എങ്ങനെ, ആര് വോട്ട് ചെയ്യും? ഭഗവാന്റെ സ്വർണം കക്കുന്നവർക്ക് ഏത് ഹൈന്ദവ വിശ്വാസിയാണ്? അല്ലെങ്കിൽ വിശ്വാസം വേണ്ട, വിശ്വാസം നമുക്ക് മാറ്റി വെച്ചേക്കുക. ഏത് വിശ്വാസം ഇല്ലാത്ത ആളുകളാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വരിക. അതുകൊണ്ട് SNDPയും NSSും ഇവിടെ ഐക്യപ്പെടുമ്പോൾ, ഇവർ ഒരുമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഇവിടത്തെ ഇടത് വലത് മുന്നണികൾക്കെതിരായ ഒരു വലിയ തരംഗം തന്നെയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്ന് ഞാൻ പറയുമ്പോൾ ഈ നാളെ എന്നുള്ളത് ഒരുപാട് വർഷങ്ങൾ അപ്പുറത്തുള്ള ഒരു നാളെയല്ല, ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സംഭവിക്കാൻ പോകുന്നത്. BJP ശക്തി പ്രാപിക്കുകയാണ്. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം BJPക്ക് പിന്നിലേക്ക് വരികയാണ്. പക്ഷെ വളരെ കൃത്യമായി BJPക്ക് അറിയാം, അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങൾക്കറിയാം, ഹൈന്ദവ വിഭാഗത്തിനറിയാം, അവരുടെ വികാരങ്ങൾ, അവരുടെ വിചാരങ്ങൾ സംരക്ഷിക്കാൻ BJPക്കും RSSനും മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ഇപ്പോൾ UDF വളരെ കൃത്യമായി ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾക്കൊപ്പമാണ് എന്നുള്ളത് LDF മാത്രം പറയുന്ന കാര്യമല്ല. ഇതിൽ പറയുന്നതിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. മലപ്പുറം ജില്ലയെ പറ്റി പറയുന്നതിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. ഈ സത്യങ്ങളാണ് പണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അറിയാലോ, പിണറായി വിജയൻ പണ്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ, ഒരു PR ഏജൻസി നടത്തിയ ഇന്റർവ്യൂ, PR ഏജൻസിയുടെ ആഭിമുഖ്യം നടത്തിയ ഇന്റർവ്യൂ, അന്ന് മലപ്പുറത്തെ കള്ളക്കടത്തിനെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത് എന്തായിരുന്നു എന്ന് ഓർമ്മിച്ച് നോക്കണം കേട്ടോ. പിണറായി വിജയന്റെ വാക്കുകളാണ് ഈ വെള്ളാപ്പള്ളി ഏറ്റുപറയുന്നത്, സജി ചെറിയാൻ ഏറ്റുപറയുന്നത്. സജി ചെറിയാൻ ഇപ്പോൾ ആ പ്രസ്താവന പിൻവലിച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പിൻവലിച്ചു കഴിഞ്ഞാലും LDFന്റെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നത് ന്യൂനപക്ഷ പ്രീണം തന്നെയാണ്. അവർക്ക് ന്യൂനപക്ഷത്തിന്റെ വോട്ടും വേണം, ഭൂരിപക്ഷത്തിന്റെ വോട്ടും വേണം. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഇനി വരും കാലങ്ങളിൽ അവർക്ക് കിട്ടില്ല. ഇപ്പോ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ കൊടിലൂതിക്കൊണ്ട്, പിണറായി വിജയനെ ജയ് വിളിച്ചുകൊണ്ട് നടന്നോട്ടെ. അതിന്റെ ഒക്കെ പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ പറയാത്തത് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഈ ഭരിക്കുന്ന ഈ പിണറായി വിജയന് ജയ് വിളിച്ചുകൊണ്ട് പിന്നാലെ നടക്കുന്നു? കാരണം അതിന് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. അതല്ലാതെ പിണറായി വിജയനുള്ള സ്നേഹം, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള സ്നേഹം ഒന്നുമല്ല. ഇനി വരുന്ന നാളുകൾ തുഷാർ വെള്ളാപ്പള്ളിയുടേതാണ്. തുഷാർ വെള്ളാപ്പള്ളി അമിത്ഷാക്ക് പിന്നിൽ ശക്തിയുക്തം നിൽക്കുന്ന BJPയുടെ ഏറ്റവും ശക്തമായ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഈ NSS SNDP ഐക്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇത് ബിജെപിയുടെ ശക്തി പകരലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ 3-3.5 മാസങ്ങൾക്ക് അപ്പുറം നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും ഒരു 5 സീറ്റ് BJPക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അല്ല 10 സീറ്റ് അല്ലെങ്കിൽ 20 സീറ്റ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കരുതിയിരുന്നോ ബംഗാളിൽ ഇന്നത്തെ രീതിയിലേക്ക് CPM കുറ്റിയേറ്റ് പോകുമെന്നും അവിടെ BJP ശക്തി പ്രാപിക്കുമെന്നും നിങ്ങൾ എന്തെങ്കിലും കരുതിയിരുന്നോ? ത്രിപുരയിൽ നിങ്ങൾ എന്തെങ്കിലും കരുതിയിരുന്നോ? ത്രിപുര ഒരു കാലത്ത് BJPയാണ് ഭരിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കരുതിയിരുന്നോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു വൻ മാറ്റത്തിനാണ്, അല്ലെങ്കിൽ ആ മാറ്റത്തിന്റെ വേഗതയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന SIT അന്വേഷണമല്ല, EDയുടെ അന്വേഷണം പിന്നാലെ വരുന്നുണ്ട്, CBI കൂടി വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ അത് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിന് പിന്നിൽ പിണറായി വിജയനെ പൂട്ടാൻ വേണ്ടിയിട്ട് EDയെ കൊണ്ടുവരുന്നത്, CBIയെ കൊണ്ടുവരുന്നത്, ഇത്തരത്തിലുള്ള ബദറുദ്ദീനെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുന്നത് അയ്യപ്പൻ എന്ന് പറയുന്ന മഹാശക്തിയാണ് കേട്ടോ. ആ ദിവ്യ ശക്തിയാണ് കേട്ടോ. പിണറായി വിജയ, ഈ ഒരു ശക്തിയുടെ ചൈതന്യത്തിൽ നിന്ന്, ഈ ഒരു ശക്തിയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കും നിന്റെ അനന്തര തലമുറകൾക്കൊന്നും കഴിയില്ല എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഹൈക്കോടതി ഒരു സിനിമാ പാട്ടിലെ വരികളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 3 ജാമ്യ ഹർജികൾ തള്ളിക്കൊണ്ട്, ഒന്ന് നമ്മുടെ പത്മകുമാർ, CPMന്റെ സ്വന്തം പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളുകയാണ്. കാരണം പത്മകുമാറിനെ പുറത്തു വിട്ടാൽ പത്മകുമാർ സ്വാധീന ശക്തിയുള്ള വ്യക്തിയാണ്, പാർട്ടിയില് ഒക്കെ വളരെ പിടിപാടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഈ സാക്ഷികളൊക്കെ സ്വാധീനിക്കും, കേസ് അട്ടിമറിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്മകുമാറിന്റെ ജാമ്യഹർജി തള്ളി, മുരാരി ബാബുവിന്റെ ജാമ്യഹർജി തള്ളി, ഗോവർദ്ധന്റെ ജാമ്യഹർജി തള്ളി. ഈ 3 ജാമ്യഹർജികൾ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് ഈ സിനിമാ പാട്ടിലെ വരികളാണ് ഈ ജഡ്ജ്മെന്റിന്റെ
ഇവരുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ആ വിധിപ്പകർപ്പിന്റെ ആമുഖമായി കൊടുത്തിട്ടുള്ളത് ഇംഗ്ലീഷിലുള്ള ആ വിധിപ്പകർപ്പിന്റെ തുടക്കത്തിൽ മലയാളം വരികളാണ്. ആ പാട്ട് പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ എന്നുള്ളതാണ് ആ പാട്ടിലെ ആദ്യത്തെ 2 വരികൾ. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും, പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ, നിങ്ങൾ ചെയ്ത പാപകർമ്മത്തിന്റെ പ്രതിക്രിയയാകുമോ എന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ്. ഒരു സിനിമയിലെ വരികൾ കടമെടുത്തിട്ടാണെങ്കിലും ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഇത്ര നിശിതമായ വിമർശനം നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഋഷിപ്രോക്തമായ ഈ വേദങ്ങളെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട്, വേദോപനിഷത്തുകളെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പഞ്ചാഗ്നി മധ്യേ തപസ് എന്നൊക്കെ പറഞ്ഞാലേ, നമ്മൾ സാധാരണ സിനിമയിലൊക്കെ പഞ്ചാഗ്നി മധ്യേ തപസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ ചുറ്റും അഗ്നി കൂടിയിട്ട് അതിന് നടുവിൽ തപസ് ചെയ്യുന്നതിന് നമ്മൾ പഞ്ചാഗ്നി എന്ന് പറയുന്നു. സാധാരണ ഈ പഞ്ചാഗ്നി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ചുറ്റും അഗ്നി എന്ന് പറഞ്ഞാൽ 4 ഭാഗത്ത്, മുന്നിലും പിന്നിലും 2 വശങ്ങളിലും അഗ്നി, മുകളിലും അഗ്നി, അങ്ങനെ ഉള്ള ഒരു പഞ്ചാഗ്നി മധ്യേ തപസ് എന്നാണ് സാധാരണ നമ്മുടെ ചെറിയ പരിമിതമായ ബുദ്ധിയിലൊക്കെ മനസ്സിലാക്കുക. പക്ഷേ പഞ്ചാഗ്നി മധ്യേ എന്ന് പറയുമ്പോൾ അതിന് എന്താ പറയുക, നമ്മുടെ ഋഷികളുടെ ഒരു സങ്കല്പം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വേദോപനിഷത്തുകളിലെയൊക്കെ സാരസംക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാഗ്നി മധ്യേ എന്ന് പറയുമ്പോൾ മാതാവിനെയും പിതാവിനെയും സ്വന്തം ആത്മാവിനെയും, ആത്മാവ് എന്ന് പറയുന്ന അഗ്നിയെയും, അത് കഴിഞ്ഞിട്ട് ഈ പ്രപഞ്ചാഗ്നിയെയും എന്ന് പറഞ്ഞാൽ അതാണ് ഈ 5 അഗ്നികൾ എന്ന് പറയുന്നത്. 1 മാതാവ്, 2 പിതാവ്, 3 ഗുരു, അടുത്തത് ആത്മാവാണ്, ഓരോരുത്തരുടെയും ആത്മാവ്. 4ാമത്തെ അഗ്നിയാണത്. 5ാമത്തെ അഗ്നി എന്ന് പറയുന്നത് ഒരിക്കലും നാശമില്ലാത്ത പ്രപഞ്ചാഗ്നിയാണ് 5ാമത്തെ അഗ്നി. ഈ 5 അഗ്നികൾക്ക് നടുവിലുള്ള തപസ് എന്ന് പറഞ്ഞാൽ അതിന് സമാനമായ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ, ആരൊക്കെയാണോ മാതാവിനെ നിഷേധിക്കുന്നത്, ആരാണോ പിതാവിനെ നിഷേധിക്കുന്നത്, ആരാണോ ഗുരുവിനെ നിഷേധിക്കുന്നത്, ആരാണോ സ്വന്തം ആത്മാവിനെ, സ്വന്തം സത്യസന്ധതയെ അല്ലെങ്കിൽ സ്വന്തം ഉണ്മയെ നിഷേധിക്കുന്നത്, ഈ പ്രപഞ്ചാഗ്നിയെ നിഷേധിക്കുന്നത്, അത്തരം ആളുകൾ ആ ഒരു നരകത്തീയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരനുഷ്ഠിക്കേണ്ട തപസ്സിനെയാണ് പഞ്ചാഗ്നി മധ്യേ തപസ് എന്ന് പറയുന്നത് കേട്ടോ. അതിന് സമാനമാണ് ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ജസ്റ്റിസ് ബദറുദ്ദീനാണ്. ദേവസ്വം ബെഞ്ച് പോലുമല്ല. ദേവസ്വം ബെഞ്ച് SIT-യുടെ ഈ അന്വേഷണത്തെയൊക്കെ ഇങ്ങനെ എന്താ പറയാ, തൃപ്തികരം എന്ന് പറഞ്ഞ് ഇങ്ങനെ ടിക്ക് ചെയ്ത് പറഞ്ഞു വിടുകയാണ്. പക്ഷെ ഇന്ന് നമുക്കൊക്കെ അറിയാം SIT-യെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ ഓഫീസാണ്. പി ശശിയുടെ നേതൃത്വത്തിലുള്ള പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ഏറ്റവും വലിയ പെണ്ണുപിടിയനായ പി ശശിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഇന്ന് SIT-യെ നിയന്ത്രിക്കുന്നത്. ഹൈക്കോടതിയുടെ നിയന്ത്രണം എന്നൊക്കെ നമുക്ക് പറയാം. ഹൈക്കോടതിയുടെ പിന്നാലെ നടന്നിട്ട് കേസ് അന്വേഷിപ്പിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഹൈക്കോടതി ആഴ്ചയിൽ ഒരിക്കൽ ഇവരുടെ ഈ അന്വേഷണ റിപ്പോർട്ട് അവർ പരിശോധിക്കുന്നു, ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു. ആരെയും വിടരുത്, ഉന്നത തലത്തിൽ ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ പിടിക്കണം. അല്ലെങ്കിൽ 2025-ലെ ഏറ്റവും പ്രശാന്തിന്റെയും വാസവന്റെയും നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പ് കൂടി അതും തട്ടിപ്പാണ്. ഇതൊക്കെ കോടതി പറഞ്ഞതാണ്. ഇതൊക്കെ കോടതി പറഞ്ഞിട്ടൊക്കെ ശരി തന്നെ, ഈ രീതിയിലേക്ക് അന്വേഷണം പോകണമെന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്വേഷിക്കുന്നത് ആര്? അന്വേഷിക്കുന്നത് പിണറായിയുടെ പോലീസാണ്. ഈ പിണറായിയുടെ പോലീസ് അന്വേഷിക്കുമ്പോൾ തീർച്ചയായും പിണറായിയുടെ ഇടപെടൽ ഉണ്ടാകും. അങ്ങനെയാണ് പിണറായി ഇടപെട്ടത്. നിർത്തിയില്ലേ, ബ്രേക്ക് ചവിട്ടിയില്ലേ. എവിടെ എത്തിയപ്പോ കടകംപള്ളിയെ പിടിക്കുമെന്നായപ്പോൾ പ്രശാന്തിനെ ചോദ്യം ചെയ്തു, കടകംപള്ളിയെ ചോദ്യം ചെയ്തു. പിറ്റേ ദിവസം കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാൻ പോകുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബ്രേക്ക് ചവിട്ടാൻ പറഞ്ഞത്. മതി, ഇനി ഭരണരംഗത്തുള്ള CPM-മായി ബന്ധപ്പെട്ട ആരെയും പിടിക്കണ്ട, പകരം നിങ്ങൾ പോയി പിടിക്കേണ്ടത് ആരെയാണ്? തന്ത്രിയെ പിടിക്കണം. തന്ത്രിയെ പിടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പിടിക്കണം. ഇതിന് നമ്മുടെ കയ്യിൽ ഒരു ഫോട്ടോയുണ്ടല്ലോ. തന്ത്രിയും സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ പിടിച്ചുകൂടാ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഒരു ഫോട്ടോ വെച്ചിട്ട് എങ്ങനെ പിടിക്കുക? ഒരു ഫോട്ടോ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി ഓടിപ്പിക്കില്ലേ? ഈ പോറ്റി എത്ര പേരോടൊപ്പമുള്ള ഫോട്ടോകളാണ് ഉള്ളത്. പക്ഷേ പിണറായി പറയുന്നു അതൊന്നും വേണ്ട. ഈ വരുന്ന 3 മാസത്തിൽ അങ്ങേപ്പുറം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമലയിലെ കൊള്ള നടത്തിയത് സഖാക്കളാണ് എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം തന്നെ കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞു.
ഇനി അങ്ങേപ്പുറത്തേക്ക് തെളിയാനൊന്നുമില്ല. കാരണം ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. എഴുത്തും വായനയും അറിയാവുന്ന കൊച്ചു കുട്ടികൾ മുതൽ ഏറ്റവും പ്രായം ചെന്നവർക്ക് വരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ കൊള്ള നടത്തിയത് സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്നുള്ളത് ആ പാട്ടിലെ വരികൾ മാത്രമല്ല, വളരെ കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പിണറായി ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ കടകംപള്ളിയെ കൂടി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നാളെ PS പ്രശാന്തിനെ കൂടി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മറ്റന്നാൾ വാസവനെ കൂടി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണഭൂതം സംശയ മുനയിലാകുമ്പോൾ ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് CPM-നെ തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുമെന്ന് ബോധ്യം വന്നപ്പോഴാണ് കാരണഭൂതം ഈ SIT-യെ തന്റെ കൈപ്പിടിയിലാക്കിയത്. പക്ഷേ കോടതികൾ, അതിനു മുകളിൽ കോടതികളുണ്ട്, ദേവസ്വം ബെഞ്ച് മാത്രമല്ല. അതുകൊണ്ടാണ് ബദറുദ്ദീന്റെ ബെഞ്ച് വളരെ കൃത്യമായി നിങ്ങൾ ആലോചിക്കണം, 3 ജാമ്യ ഹർജികൾ തള്ളുകയാണ്. കോടതിക്ക് 3 ജാമ്യ ഹർജികൾ തള്ളിയാൽ മതി, ആരും ചോദിക്കാനും പറയാനുമില്ല. 3 ഹർജികൾ തള്ളാനുള്ള വ്യക്തമായ വളരെ വിശദമായ വലിയ കാരണങ്ങളിലേക്കൊന്നും കോടതി പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവർ സ്വാധീനിക്കും, അത്ര പറഞ്ഞാൽ മതി. പക്ഷേ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും പാപകർമ്മങ്ങൾ, നിങ്ങൾ ചെയ്ത പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് കോടതി പറയുമ്പോ കേരളത്തിൽ ഇന്നേ വരെ ഭഗവാന്റെ സ്വർണമൊക്കെ നമുക്കറിയാലോ. പണ്ട് ഏറ്റുമാനൂരിലൊക്കെ വിഗ്രഹം കട്ടുകൊണ്ടുപോയ സ്റ്റീഫന്റെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിഗ്രഹ കൊള്ളയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഭഗവാന്റെ കാണിക്ക കൈയിട്ട് വാരതിനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ ശബരിമല എന്ന് പറയുന്ന അയ്യപ്പന്റെ ശ്രീകോവിൽ ആകെ അടിച്ചു മാറ്റി കൊണ്ടുപോകുക, ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളെ, അയ്യപ്പനെ പോലും കാക്കുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളെ അടിച്ചുകൊണ്ട് പോകുക, അവരുടെ മുകളിലുള്ള അവരുടെ മേൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ അത്രയും കടത്തിക്കൊണ്ടുപോകുക. എങ്ങോട്ട് കടത്തിക്കൊണ്ടുപോയി, എന്ത് ചെയ്തു? ഇപ്പോഴും ഈ അന്വേഷണം ഈ 3 മാസത്തിലേക്ക് കടക്കുമ്പോഴും വ്യക്തതയില്ല അന്വേഷണ സംഘത്തിന്. അവരുടെ അന്വേഷണം ഇനി മുന്നോട്ട് പോകണ്ട, ഇത്രയൊക്കെ അന്വേഷിച്ചാൽ മതി, ഇത് തന്നെ ധാരാളം എന്ന് പിണറായി പറയുമ്പോഴാണ് ഹൈക്കോടതി പറയുന്നത് ഈ 3 പേർക്ക് ജാമ്യമില്ല. ഈ വരികള്, അതായത് പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും നിങ്ങളുടെ ഈ പാപകർമ്മം അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ സിനിമ ഓർമ്മയുണ്ടോ? ആ സിനിമ അദ്വൈതമാണെന്നാണ് എന്റെ ഓർമ്മ. അദ്വൈതം എന്ന് പറഞ്ഞ സിനിമയില് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ വരികളാണ് കേട്ടോ. ഇത് കൈതപ്രത്തിന്റെ വരികളാണ്. ഈ വരികൾ പാടിയത് MG ശ്രീകുമാറാണ് എന്നാണ് എന്റെ ഓർമ്മ. MG ശ്രീകുമാർ പാടിയ ഈ വരികൾ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ. അതിനുശേഷം ഇനിയുണ്ട് വരികൾ. ഞാൻ ആ ജഡ്ജ്മെന്റിന്റെ പകർപ്പ് കണ്ടു. ആ സിനിമാ പാട്ടിന്റെ ഏതാണ്ട് പകുതിയോളം വരികൾ എഴുതിയിട്ടാണ് പിന്നീട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കോടതി കടക്കുന്നത്.